അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഒരു ചിക്കൻ സൂപ്പ് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അടിപൊളി സൂപ്പാണ്. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു കോഴിമുട്ട, വലിയുള്ളി, ഇത്തിരി ബീൻസ്, ക്യാരറ്റ്, പിന്നെ നമ്മൾ കോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൽ മെയിൻ സാധനം, കോണാണ് കേട്ടോ. പിന്നെ ചിക്കൻ നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇത്തിരി വെള്ളം ഒഴിച്ച് കണ്ട് നമ്മൾ കുക്കറിലൊന്ന് വേവിച്ച് വെക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ അതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനെ ഇന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമില്ലേ, ഈ വേവിച്ച വെള്ളം അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. കുരുമുളക് പൊടി ഇട്ടതുകൊണ്ടാണ് അതിൻ്റെ ആ കളർ അങ്ങനെ മാറിയത് കേട്ടോ. ഇനിയിപ്പോൾ തീ കത്തിച്ചിട്ട് ഇനിയിപ്പോൾ ചട്ടി വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഇത്തിരി ബട്ടറാണ് കേട്ടോ അതിലിട്ട് കൊടുത്തത്. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അത് മെൽറ്റായതിന് ശേഷം നമ്മൾ വലിയുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ ക്യാരറ്റും ബീൻസ് അരിഞ്ഞ് വെച്ചതും ഈ കോണും എല്ലാം കൂടി അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എന്നാലേ നമ്മളിതിൽ എന്തൊക്കെ ഇടണമെന്ന് മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ ഒരു മാഗി ക്യൂബിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചിക്കന് വേവിച്ച് വെച്ച ആ വെള്ളമല്ലേ അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിൽ ഒരിത്തിരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അതിലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ആ ചിക്കന് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനില്ല, അത് പൊടിച്ച് വെച്ചതാണ്, കൈ കൊണ്ടൊന്ന് മെല്ലെ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ എഗ്ഗ് വൈറ്റാണ് കേട്ടോ, അതിൻ്റെ ആ യെല്ലോ കളർ എടുത്തിട്ടില്ല, വൈറ്റ് മാത്രം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി ഇതാ ഇത്തിരി കോൺഫ്ലവർ ഇല്ലേ അത് എടുത്തിട്ട് അതിലിത്തിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിത്തിരി കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരിത്തിരി നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നോക്കുക. ഉപ്പ് നമ്മൾ ആദ്യം മറ്റേ ചിക്കൻ വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തില്ലേ, ആ ഉപ്പ് മാത്രം മതി കേട്ടോ. പിന്നെ ഈ മാഗി ക്യൂബിലും ഉപ്പ് തന്നെ ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ കളറ് നമ്മൾ വേവിച്ചപ്പോൾ അവിടുന്ന് ലൈറ്റ് കുറവായതുകൊണ്ടാണ് ഇത്തിരി കളറ് കുറവായത്. ഈ യെല്ലോ കളറാണ് കേട്ടോ ഇതിൻ്റെ കളറ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.